ഹായ് ഫ്രണ്ട്സ്, AR ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചേട്ടൻ്റെ കുടുംബ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പഴയ വീടാണ്. അവിടെ ഇപ്പോൾ കുറേ നാളായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒത്തിരി നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ കൂമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണേ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരു 9-10 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ അതുവരെ ഇവരെല്ലാവരും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതൊക്കെ ഇപ്പോൾ താമസിച്ചിരിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇവരെപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതാണ് അച്ഛൻ്റെ വാഴക്കൃഷി ഗൈസ്. ഈ മരത്തിൽ കൂടെ കയറി അപ്പുറത്ത് പോയിട്ട് എത്ര രൂപ വരും? എത്ര രൂപ വരും? അക്സെപ്റ്റഡ്. നീന്താ അറിയാം. ചാലഞ്ച് എന്താണ് ചാലഞ്ച്? മരത്തിൽ കൂടെ കയറി അപ്പുറത്ത് പോയിട്ട് തിരിച്ചു. ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റഡ്. തോട്ടിൽ വീണ് കണ്ടോ? നോക്കി പോണം. ഗൈസ്, അതിസാഹസികമായ ചാലഞ്ചാണ്. എടാ വിറയ്ക്കും. തോട്ടിൽ വീണോ? അയ്യേ, തോറ്റു ഗൈസ്. രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. കുലുക്കരുത്, വീഴും. അപ്പോൾ ഈ മാമൻ എന്ന് പറയുന്നത് ഇക്കുവിൻ്റെ മാമനാണ് കേട്ടോ. അതായത് ചേട്ടൻ്റെ മാമൻ്റെ മോനാണ്. അവനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന ഉടനെ ചേട്ടൻ അവനൊരു ചാലഞ്ച് കൊടുത്തു കേട്ടോ. ആ പാലം കടന്ന് അതുവരെ പോയിട്ട് തിരിച്ചു വരാം. Come on, ഇക്കു ക്ലാപ്പ് ചെയ്യ്. ഗൈസ് വീണ്ടും തോറ്റു ഗൈസ്. 1-ൽ പഴച്ചാൽ 3 ആണെന്നാണ്. അടുത്ത ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. വേണ്ട വേണ്ട, അതുവരെ പോയി, നടുക്കുവരെ പോയി. അത് അപ്പുറത്തും പോയി. മഴ പെയ്യുന്നു. അപ്പൊ അവൻ തോറ്റുപോയപ്പോ ചേട്ടൻ പൂർവാധികം ശക്തിയോടെ ആ ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ചാലഞ്ച് വിജയിച്ചിരിക്കുന്നു. സംഭവം കോമഡി ആണെങ്കിലും നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നേ. ഇക്കു വേണ്ട വേണ്ട, അച്ഛൻ വീഴും. അവനാണ് നേരത്തെ വിളിക്കുക. എന്താ ക്ലാപ്പ് ചെയ്യൂ. ഞാൻ വെള്ളത്തിൽ നിന്ന് എന്നെ കാറൊക്കെ പിന്നെന്താ. അയ്യോ ഗൈസ്, വീണ്ടും മൂന്നാമത്. 2 വട്ടം പരാജയപ്പെട്ടെങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. അവൻ വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇക്കുത അവനെ പിടിച്ച് കുലുക്കി തള്ളിയിടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവനും വിജയിച്ചിരിക്കുന്നു. തിരിച്ചു വരൂ. നല്ല മഴ വരുന്നുണ്ട്.
അപ്പോൾ കുളിക്കാൻ പൊന്നു വിജയകരമായി അയ്യോ കുളിക്കുവന്നെ ഇക്കു തള്ളിയിടുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവൻ ഇറങ്ങുന്ന വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അവൻ കാണാതെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഫൈനലി ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അവിടുത്തെ ചാലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പഴയ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ റംബൂട്ടാൻ കാച്ചി കിടപ്പുണ്ടെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ അത് നോക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ വരാറില്ലെങ്കിലും അച്ഛൻ മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ. അച്ഛൻ ഇവിടുത്തെ വാഴ കൃഷിയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. ഏതാണ് അമ്മയുടെ കറുത്ത അമ്മയുടെ അമ്മ ഏതാണ്? അമ്മയല്ല, മോള് വെള്ളമൊക്കെ ഉള്ളതൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഇക്കും അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാനേ. ഗൈസ്, ഇതാണ് നമ്മുടെ പറമ്പ്. നടന്നങ്ങ് പോയി കേട്ടോ. നമുക്ക് ഇങ്ങോട്ടാ പോവേണ്ടത്. സിക്കു അങ്ങ് പോയിട്ട് തിരിച്ചു വരികയാണ്. നമുക്കേ അങ്ങോട്ടാ പോവേണ്ടത്. അവിടെയാണ് അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ പഴയ വീട്. ഇതേ അവിടെ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വാ, നമുക്ക് കാണിച്ചു തരാം. വണ്ടി വരുവാണ്. കുറച്ചുകൂടെ കുഞ്ഞിലെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അവന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമേ ആയുള്ളൂ തൊഴിലുറപ്പുകാർ വന്ന് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ല ക്ലീനായി കിടക്കുകയാണ്. മറ്റേത് ഫുള്ള് കാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയാണ് ഗൈസ്. നമ്മൾ സാധാരണ ഇവിടേക്ക് വരുന്നത് വേറൊരു വഴി കൂടെ, നമ്മൾ വന്ന വഴിയാണ്. അത് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഇപ്പം കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വഴിയെ പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് മറ്റേ വഴിയായിരിക്കും കേട്ടോ. അപ്പം അത് കാണാം. പാമ്പ് വല്ലതും കാണുമോ? ഇവിടെയല്ലേ തൊഴിലുറപ്പ് അല്ലേ? തൊഴിലുറപ്പുകാർ ചെയ്തല്ലേ? ഇവിടെയാണെങ്കിൽ ഒരുപാട് വാഴ അച്ഛൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മഴയും കാറ്റും ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഫുള്ള് നശിച്ചു പോയി എല്ലാം. ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അച്ഛന് ഭയങ്കര വിഷമമാണ് അതിൽ. കുഞ്ഞിലെയൊക്കെ ഇക്കുന് നമ്മൾ ഏത്തക്ക കുറുക്കൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ വാഴ എന്നുള്ള കൊലയൊക്കെ എടുത്താണ് ഞാൻ ഉണക്കി പൊടിച്ചാണ് അവന് കൊടുത്തോണ്ടിരുന്നത്. പുറത്തുനിന്ന് പൊടിയായിട്ടൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. വാഴ ഫുൾ പോയി ഗൈസ്. മഴയത്ത് കാറ്റും മഴയും വന്നപ്പോൾ ഫുൾ ഒടിഞ്ഞുപോയി. റംബൂട്ടാൻ ഉണ്ടോ എന്ന് നോക്കാം. എവിടെ? ഇതിലൊരു കൊണ്ടേ ഉള്ളൂ. അവിടെ നിൽക്കുന്നുണ്ട്. വേറെ അത്രയല്ലേ ഉള്ളൂ. യെസ്, ഇതാണ് നമ്മുടെ പഴയ വീട്. യെസ്.
നല്ല പഴയ വീടായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല കേട്ടോ. വണ്ടി നമ്മൾ റോഡിൻ്റെ അവിടെ വെച്ചിട്ട് നടന്ന് വന്നാലേ പറ്റൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആൻറ്റി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയോടൊക്കെ സംസാരിച്ച് നിന്ന് കേട്ടോ കുറേ നേരം. ആൻറ്റി നമുക്ക് എന്തോ ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കഴിക്കുമോ മക്കളെ? നമ്മളെ മുറുക്കിയിട്ടൊന്നും അല്ല, അത് കഴിഞ്ഞു തരാല്ലേ. ആ ഇപ്പൊ നല്ല വൃത്തിയായി. ഭയങ്കര കാട് കഴിക്കാൻ ഞാൻ പറയാൻ ഈ പുളിഞ്ചിക്ക് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. അത് കഴിക്കണം, അതാണ് ചാലഞ്ച്. ടിവിക്കകത്ത് കാണുന്നതാണ് ഈ മൊബൈലിൽ കണ്ടെല്ലാം ഉണ്ടാക്കുന്നത്. നോക്കൂ, ഞാൻ ചുമ്മാ ഒന്ന് ഗസ്റ്റായിട്ട് ഉണ്ടാക്കിയത്. കാണുന്ന അത്ര ഉണ്ടാക്കും. കൊള്ളാതെ എന്തോന്ന് അറിഞ്ഞൂടാ. വേറെയുള്ള സാധനങ്ങളില്ലായിരുന്നു, ഉള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതേ നിൽക്കുന്നു. സംഭവം കട്ട്ലറ്റ് ആണെന്നാണ് ആൻറ്റി പറഞ്ഞതെങ്കിലും അത് കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അതൊരു ഉണ്ണിയപ്പം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഷിക്കുവിന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ഫുള്ള് കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നു. നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വൈകിട്ട് നല്ല കൊതുകാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ചേട്ടന് പഴയ ഓർമ്മകളൊക്കെ ആയിരുന്നു. ഇവിടെയാണല്ലോ ജനിച്ച് വളർന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ. ഇങ്ങോട്ടൊക്കെ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറേയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഈ പന്നി നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവന്ന് നട്ടാലും അതെല്ലാം പന്നി നശിപ്പിക്കും കേട്ടോ. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ വരെ അതിൻ്റെ തൊണ്ട് വരെ അത് പൊതിച്ചിട്ടേക്കും കേട്ടോ. അതിൻ്റെ തൊണ്ടൊക്കെ അത് സെപ്പറേറ്റ് ആക്കി അങ്ങനെ ഇട്ടേക്കും. അപ്പോൾ അത്രയ്ക്ക് ശല്യമാണ് കേട്ടോ ഇവിടെ പന്നിയുടേത്. ഇക്കുന് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണം കേട്ടോ. വീട്ടിൽ ഇരിക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം അവൻ ഫുൾ ടൈം പുറത്ത് തന്നെയാണ് കേട്ടോ. വീട്ടിനകത്തിരിക്കുന്ന സമയം കുറവാണ്. ഇക്കു ഇപ്പം പ്രീ സ്കൂളിലാണ് കേട്ടോ. 3 വയസ്സായിട്ടുള്ളൂ. അപ്പം പ്രീ സ്കൂളിലാണ് പോകുന്നത്. ഈ വർഷം ചേർത്തതേ ഉള്ളൂ. അപ്പം അവിടെ പോയി അവന് സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഒത്തിരി നാളായി ഇതുവഴിയൊക്കെ വന്നിട്ട്. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് ഇക്കുനെയൊക്കെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ക്ലീനായൊക്കെ കിടക്കുന്നതുകൊണ്ട് മോനെയും കൊണ്ട് ധൈര്യമായിട്ട് വരാമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല ഫുൾ ക്ലീനായി കിടക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ മോൾ വശത്ത് ഉള്ളതാണ് കേട്ടോ ഇത്. ഫുള്ള് റബ്ബറാണ്. അപ്പോൾ പണ്ടൊക്കെ ഇവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെയാണെന്നൊക്കെ പറയും കേട്ടോ. ഈ റബ്ബർ കാടിൻ്റെ മുകളിൽ കൂടെ വഴിയുണ്ട്. അപ്പോൾ ഇവർ പണ്ട് അത്രയും ദൂരമൊക്കെ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതൊക്കെ പറയും കേട്ടോ. പക്ഷേ എനിക്കൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് പണ്ട് സ്കൂൾ ബസ്സിലൊക്കെയാണ് ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ വഴി. നമുക്ക് ഇതുവഴിയും ഇങ്ങോട്ട് വരാൻ പറ്റും. മറ്റേ അത് പുറകു വശമാണ്, അതുവഴി നമുക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ പാലമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ പണ്ട് ഇവിടെയൊക്കെ വന്ന് കുളിക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇവരെന്നല്ല, ഇവിടെ ഉള്ളവരൊക്കെ പണ്ട് ഇവിടെ നിന്നാണ് കുളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയും. ഇപ്പോഴും ഇവിടെ കുളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ മീൻ പിടിക്കാറുണ്ട്. മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.